നമസ്കാരം. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം പാർട്ടി നടത്തിയെന്ന് ജില്ലാ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു. നമുക്കറിയാം, കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം, ആ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇന്ന് BJP ആണ്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 50 സീറ്റാണ് CPM-ന് ഉണ്ടായതെങ്കിൽ ഈ 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 50 സീറ്റായിട്ട് BJP മുന്നോട്ട് വന്നു. CPM 29 സീറ്റായിട്ട് CPM താഴേക്ക് പോയി. 33-ൽ നിന്നാണ് 50 സീറ്റിലേക്ക് തിരുവനന്തപുരത്ത് BJP ഭരണം പിടിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മേയർ രാജേഷ് അധികാരത്തിൽ വന്ന ശേഷം നല്ല രീതിയിൽ പൊങ്കാല നടന്നു. ആ പൊങ്കാലയെ തുരങ്കം വേണ്ടി CPM എല്ലാ രീതിയിലും ശ്രമിച്ചു. കുടിവെള്ളം പോലും കൊടുത്തില്ല. പൊങ്കാലയിൽ വരുന്ന ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും മുട്ടിച്ചുകൊണ്ട് അന്ന് ഭരണത്തിലുണ്ടായിരുന്ന CPM പല രീതിയിൽ പൊങ്കാലയെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ അതിനെയെല്ലാം തൃണവൽപ്പിച്ചുകൊണ്ട് കുടിവെള്ളം എത്തിക്കുകയും അതിനുശേഷം മാലിന്യ സംവിധാനം കൃത്യമാക്കുകയും ഏറ്റവും നല്ല രീതിയിൽ പൊങ്കാല സംവിധാനം നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചു. എല്ലാവർക്കും വീടെന്ന സ്വപ്ന പദ്ധതി, ആ പദ്ധതി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രത്യേക പദ്ധതിയായി കൊണ്ടുവന്നുകൊണ്ട് രാജേഷ് പദ്ധതി പ്രഖ്യാപിച്ചു. ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാ വാർഡുകളിലും കുട്ടികൾക്ക് പുസ്തക വിതരണം നടത്തി. അങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പദ്ധതിയുമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ്. അതേസമയം തന്നെ CPM നടത്തിയിട്ടുള്ള തീവട്ടിക്കൊള്ള, ആ തീവട്ടിക്കൊള്ള ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ഈ ഭരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമെന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ മേയറെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് കയറ്റാതിരിക്കാനുള്ള ശ്രമം CPM-ന്റെ കൗൺസിലർമാരായിട്ടുള്ള ഗുണ്ടകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ആകാശത്തൂടെ കെട്ടിയിറങ്ങിയിട്ടുള്ളല്ല, ഇവിടുത്തെ ജനങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്നതാണ് BJP-യെ. ആ BJP-യുടെ മേയർ മുൻഭാഗത്തു കൂടെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കയറും. നിങ്ങൾ എന്ത് തടസ്സം നിർത്തിയാലും അതിനെല്ലാം പുല്ലുകളാക്കിക്കൊണ്ട് ഇത് കോൺഗ്രസ് അല്ല, ഇത് BJP-യാണ്. BJP-യോട് കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിവരം പറയുമെന്നാണ് BJP-ക്ക് നിങ്ങളോട് പറയാനുള്ളത്. കോൺഗ്രസ് അല്ലാതെ ഗാന്ധിജിയെ പോലെ ഒരു കാരണം അടിച്ചു കഴിഞ്ഞാൽ മറ്റു കാരണം കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തകന്മാരല്ല ഞങ്ങൾക്കുള്ളത്. അടിച്ചാൽ ശക്തമായിട്ട് തിരിച്ചടിക്കും. മേരെ തൊട്ടാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി BJP നൽകിയിരിക്കും. കൗൺസിലർമാർ പുറത്തിറങ്ങിയെങ്കിൽ BJP-യുടെ പ്രവർത്തകന്മാരോട് ചോദിക്കുന്ന രീതിയിലേക്ക് വരേണ്ടി വരും. അത് മനസ്സിലാക്കുന്നത് CPM-ന് നല്ലതാണ്. അത് കഴിഞ്ഞ് 2 തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയങ്കരായുള്ള സംസ്ഥാന അധ്യക്ഷൻ നേമത്തും നമ്മുടെ മുൻ അധ്യക്ഷൻ V മുരളീധരൻ ഹൈക്കോടതിയും ജയിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് വലിയ ശക്തിയായിട്ട് BJP മാറുകയാണ്. ഈ തിരുവനന്തപുരം CPM-ന് സ്വപ്നം കാണണ്ട എന്ന് CPM തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അഴിമതികൾ കൊണ്ടുവരുന്നതിനെതിരെയാണ് BJP-യുടെ മേയറെ അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എന്ത് അക്രമം നടത്തിയാലും നിങ്ങളുടെ എല്ലാ അഴിമതിയും പുറത്തു കൊണ്ടുവന്ന് കേരളത്തിലെ നമ്പർ 1 കോർപ്പറേഷൻ ആക്കിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റും. അത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന 5 കോർപ്പറേഷനുകളും BJP ഭരിക്കുന്ന രീതിയിലേക്ക് മാറും. കേരളവും BJP ഭരിക്കും. അതിന്റെ മുന്നോടിയാണ് BJP-യുടെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിന് നിങ്ങളുടെ ഉമ്മാക്കി കാണിച്ചു കൊടുത്തൊന്നും ഭയപ്പെടുത്തണ്ട എന്നാണ് BJP-ക്ക് പറയാനുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തടി കേടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചുള്ള കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ಈ ಪ್ರತಿಭಟನೆಗೆ ಧನ್ಯವಾದಗಳನ್ನ ಹೇಳಬೇಕು ಅಂತೇಳಿ ಬಾಬುರಾಜನ ಕೇಳ್ಕೊಳ್ತೀನಿ. തിരുവനന്തപുരത്തെ കൗൺസിലർ മേയർ ശ്രീ VV രാജേഷിനെയും അതുപോലെ തന്നെ ആശാനാഥ് ഉൾപ്പെടെയുള്ള വൈസ് ചെയർമാനെയും മറ്റ് കൗൺസിലർമാരെയും CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള
പരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ ഘടകമാണ് ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചുള്ളത്. ഈ പ്രതിഷേധ പരിപാടിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നാട്ടിലെ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി രണ്ടുപേരും നന്നായി സംസാരിച്ചു. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇനി കടക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബിജെപിയുടെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷ ശ്രീമതി ML അശ്വിനി അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ OBC മോർച്ചയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ ഷൈബു അവർക്ക് ഈ കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ബിജെപിയുടെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ മൻലാൽ മേലത്ത്, ശ്രീ PR സുനിൽ എന്നിവർ ഉൾപ്പെടെയുള്ള കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഗുരു പ്രസാദ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സജീവമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷരുടെ അനുമതിയോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനിൽ നമ്മൾ കണ്ടത്. 10 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തെ കട്ടുമുടിച്ച് സ്വജനപക്ഷപാതം നടത്തി സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അഴിമതിക്ക് എല്ലാ ഒത്താശയും ചെയ്തുകൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, ആ സർക്കാരിന്റെ ഭാഗമായിരുന്നവർ ഇന്ന് ദേശീയ അന്വേഷണ ഏജൻസികളുടെ അടക്കം അന്വേഷണം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് തിരുവനന്തപുരം പോലെ കേരളത്തിൽ ആദ്യമായിട്ട് BJP അധികാരത്തിലേറിയ ഒരു കോർപ്പറേഷനിൽ കഴിഞ്ഞ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് 45 വർഷത്തെ അഴിമതി പൂർണ്ണമായിട്ടുള്ള ഭരണത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നുകാട്ടി മുന്നോട്ടു പോകുന്ന ഒരു ഭരണസമിതിയെ താറടിച്ച് കാണിച്ചുകൊണ്ട് പിണറായി വിജയനും മകൾക്കുമെതിരെയുള്ള ED അന്വേഷണത്തെ പോലും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടി CPM-ന്റെ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന അക്രമം, ആ അക്രമത്തെ അപലപിക്കാൻ വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നിവിടെ ഇങ്ങനെ ഒരു സായാഹ്ന ധർണ നടത്തിയിട്ടുള്ളത്. ഈ ധർണയിൽ ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ ബഹുമാനപ്പെട്ട ജില്ലാധ്യക്ഷ ശ്രീമതി ML അശ്വിനി, അതോടൊപ്പം തന്നെ OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഷൈജു, അതേപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ N ബാബുരാജ്, PR സുനിൽ അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരും മറ്റ് സഹപ്രവർത്തകരും ആണ് ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാധ്യക്ഷ ശ്രീമതി ML അശ്വിനിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ನಿನ್ನೆ ಟ್ರಿವಾಂಡ್ರಮ್ನಲ್ಲಿ ನಡೆದಂತಹ ನಮ್ಮ ಮೇಯರ್, ಡೆಪ್ಯೂಟಿ ಮೇಯರ್ ಮತ್ತು ಕೌನ್ಸಿಲರ್ಗೆ ದಾಳಿ ಮಾಡಿದಂತಹ ಸಂದರ್ಭ ಮತ್ತು ಅದರ ಪ್ರತಿಭಟನೆ ಇದನ್ನ ವಿರೋಧ ಮಾಡಿಕೊಂಡು ಇವತ್ತು ನಾವು ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ಸಮಿತಿ ವತಿಯಿಂದ ಒಂದು ಪ್ರತಿಭಟನೆಯನ್ನು ನಡೆಸ್ತಾ ಇದ್ದೀವಿ. ಈ ಪ್ರತಿಭಟನೆಯಲ್ಲಿ ಮುಖ್ಯ ಭಾಷಣರಾಗಿ ಮಾತಾಡಲಿಕ್ಕಿರುವಂತವರು ನಮ್ಮ OBC ಮೋರ್ಚಾದ ಸ್ಟೇಟ್ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಆದಂತಹ ಶೈಬೇಟನ್, ಅದೇ ರೀತಿ ಈ ಪ್ರತಿಭಟನೆ ಭಾಗವಹಿಸಿದಂತಹ ಬಿಜೆಪಿಯ ಜಿಲ್ಲಾ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿಗಳಾದಂತಹ ಶ್ರೀ PR ಸುನಿಲ್, ಮನಲಾಲ್ ಮೇಲತ್, ಬಾಬುರಾಜ್, ಅದೇ ರೀತಿ ಕಾಸರಗೋಡು ಮಂಡಲದ ಮಂಡಲ ಅಧ್ಯಕ್ಷ ಗುರುಪ್ರಸಾದ್, ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಶ್ರೀಧರ್, ಅದೇ ರೀತಿ ನಮ್ಮ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯ ಮುನ್ಸಿಪಾಲಿಟಿಯ ಕೌನ್ಸಿಲರ್ಸ್, ಅದೇ ರೀತಿ ಮಧುರ್ ಗ್ರಾಮ ಪಂಚಾಯತಿನ ಜನಪ್ರತಿನಿಧಿಗಳು, ಅದೇ ರೀತಿ ನಮ್ಮ ಮಾಜಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷ ಗೋಪಾಲಣ್ಣ, ಅದೇ ರೀತಿ ನಮ್ಮ ಪಾರ್ಟಿಯ ಕಾಸರಗೋಡು ಮಂಡಲದ ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್, ಜನರಲ್ ಸೆಕ್ರೆಟರಿ, ಅದೇ ರೀತಿ ಕಾರ್ಯಕರ್ತ ಬಂಧುಗಳೇ, ಎಲ್ಲರಿಗೂ ಕೂಡ ಹೃತ್ಪೂರ್ವಕ ನಮಸ್ಕಾರಗಳು. OBC ಮೋರ್ಚಾದ ಜಿಲ್ಲಾ ಅಧ್ಯಕ್ಷ ಶ್ರೀ KP ವಲ್ಸಾಟ್ ಕೂಡ ನಮ್ಮೊಟ್ಟಿಗಿದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ಕೂಡ ಹೃತ್ಪೂರ್ವಕ ನಮಸ್ಕಾರಗಳು. ಕಳೆದ 45 ವರ್ಷಗಳಿಂದ ಟ್ರಿವಾಂಡ್ರಮ್ ಕಾರ್ಪೊರೇಷನ್ ನಲ್ಲಿ CPM ಆಡಳಿತ, LDF ಆಡಳಿತ ನಡೀತಾ ಇತ್ತು. ಒಂದು ದಿವಸ ತಕ್ಷಣವಾಗಿ ಆ ಆಡಳಿತ ಇಲ್ಲದಾಗಿದೆ. ಅದನ್ನ ಆ ಒಂದು ಏನು ಕಳೆದುಕೊಂಡಂತ ಲಾಸ್ ಅನ್ನ ಇನ್ನೂ ಕೂಡ ಅವರಿಗೆ ಅರಗಿಸಿಕೊಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯ ಆಗ್ತಾ ಇಲ್ಲ. ದಿನ ಒಂದಲ್ಲ ಒಂದು ಇಶ್ಯೂಗಳನ್ನ ತಂದು ಕಾರ್ಪೊರೇಷನ್ ನ ಮುಂದೆ ತರ್ತಾ ಇರುವಂತಹ ಒಂದು ಪಕ್ಷ LDF, ಅದರೊಟ್ಟಿಗೆ ಕೈ ಜೋಡಿಸಿಕೊಂಡು UDF ಕೂಡ ಅವರೊಟ್ಟಿಗೆ ನಿಂತಿರುವಂತದ್ದು. ಈ LDF ಮತ್ತು UDF ಎರಡಲ್ಲ, LDF ಮತ್ತು UDF ಒಂದೇ ನಾಣ್ಯದ ಎರಡು ಮುಖಗಳಿದ್ದ ಹಾಗೆ. ಎಲ್ಲಿ LDF ಅಧಿಕಾರ ಮಾಡಿಕೊಂಡು ಇತ್ತು ಅಲ್ಲಿ ಯಾವ ಭ್ರಷ್ಟಾಚಾರ ಮಾಡ್ತಾ ಇತ್ತು, ಅದಕ್ಕೆ ಸಹಕರಿಸಿಕೊಂಡು UDF ಕೂಡ ಅವರೊಟ್ಟಿಗೆ ಜೊತೆಯಲ್ಲಿತ್ತು. ಆದ್ರೆ ಇವತ್ತು ಏನಾಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ, ನಮ್ಮ ಕೇರಳದ ಇತಿಹಾಸದಲ್ಲೇ ಪ್ರಪ್ರಥಮ ಬಾರಿಗೆ ಟ್ರಿವಾಂಡ್ರಮ್ನ ಕಾರ್ಪೊರೇಷನ್ BJP ಆಡಳಿತ ಮಾಡಿದ ಸಂದರ್ಭದಲ್ಲಿ
ಅವರಿಗೆ ಭಯ ಹುಟ್ಟಿಸಿದೆ. ಯಾಕೆ ಅಂತ ಹೇಳಿದ್ರೆ ನಾವು ಆಡಳಿತ ಮಾಡ್ತಾ ಇರುವಂತಹ ರಾಜ್ಯಗಳಾಗಿರ್ಬೋದು, ಕಾರ್ಪೊರೇಷನ್ಗಳಾಗಿರ್ಬೋದು ಅಥವಾ ಗ್ರಾಮ ಪಂಚಾಯತ್ಗಳಾಗಿರ್ಬೋದು, ಯಾವ ರೀತಿ ಆಡಳಿತ ಮಾಡ್ತಾ ಇದೀವಿ ಅದನ್ನ ಮತ್ತೆ ಅವರಿಗೆ ಆಡಳಿತ ಮಾಡ್ಲಿಕ್ಕೆ ಸಿಗುದಿಲ್ಲ ಅಂತ ಹೇಳುವಂತ ಭಯದಿಂದ ಪ್ರತಿ ದಿವಸ ಕೂಡ ನಮ್ಮ ಮೇಯರ್ ಮತ್ತು ಡೆಪ್ಯೂಟಿ ಮೇಯರ್ ಮತ್ತು ಕೌನ್ಸಿಲರ್ ಎದುರಾಗಿ ಒಂದಲ್ಲ ಒಂದು ವಿಷಯಗಳನ್ನು ತಂದು ಹಾಕ್ತಾ ಇರುವಂತದ್ದು. ಕಳೆದ ದಿವಸ ನಡೆದಂತಹ ಒಂದು ಸಂದರ್ಭ ನಿಮಗೆ ಗೊತ್ತಿರಬಹುದು. ಕೌನ್ಸಿಲರ್ ಒಂದು 20 ಜನ ಕೌನ್ಸಿಲರ್ಗಳು ಓಟ್ ತಗೊಳ್ಳುವಂತಹ ಮಾಡಿದ್ರು. ಯಾಕೆ ನಮ್ಮ ಕೌನ್ಸಿಲರ್ ಮಾತ್ರ ದೇವರ ಹೆಸರು ತಗೊಂಡ್ರು ಅಂತ ಹೇಳಿ ಅದನ್ನು ಒಂದು ಕಡೆ ತೂಕ ಇಟ್ಟುಕೊಂಡು ಮತ್ತೆ ಬಾಕಿ ಜನಪ್ರತಿನಿಧಿಗಳು ಅಲ್ಲಾವಿನ ಹೆಸರಲ್ಲಿ ಅವರು ಓಟ್ ತಗೊಂಡಿದ್ದಾರೆ, ಯಾಕೆ ಇದನ್ನ ಪ್ರಶ್ನೆ ಮಾಡುದಿಲ್ಲ? ಒಂದು ಕಣ್ಣಿಗೆ ಬೆಣ್ಣೆ ಮತ್ತೆ ಒಂದು ಕಣ್ಣಿಗೆ ಸುಣ್ಣ ಹಾಕುವಂತ ಈ ಸರ್ಕಾರದ ಏನು ನಡತೆ ಇದೆ ಅದಕ್ಕೆ ನಾವು ವಿರೋಧಿಸ್ತಾ ಇದ್ದೀವಿ. ಅದೇ ರೀತಿ ನಿನ್ನೆ ನಡೀತಾ ಇರುವಂತಹ ಅವರ ಪ್ರತಿಭಟನೆ ಮಾಡುವಾಗ ಅವರು ದುಷ್ಕರ್ಮಿಗಳು ನಮ್ಮ ಕೌನ್ಸಿಲರ್ ಆಗಿರ್ಬೋದು, ಡೆಪ್ಯೂಟಿ ಮೇಯರ್ ಅಥವಾ ಮೇಯರ್ನ ಮುಂದೆ ಅವ್ರು ಮಾಡಿದಂತಹ ಒಂದು ಹೊಡೆದಾಟದಲ್ಲಿ ಸಿಪಿಎಂನ ಗೂಂಡಾಯಿಸಂ ತೋರಿಸಿರುವಂತದ್ದು. ಅದೇ ರೀತಿ ಇವತ್ತು ಸರ್ಕಾರ ಆಡಳಿತ ಮಾಡ್ತಿರುವಂತಹ UDF ಗವರ್ಮೆಂಟ್ ಅದರ ಅಂಡರ್ ನಲ್ಲಿರುವಂತಹ ಪೊಲೀಸ್ ನಿನ್ನೆ ಇದನ್ನೆಲ್ಲವನ್ನು ಕೂಡ ಸಾಕ್ಷಿಯಾಗಿ ನಿಂತು ನೋಡ್ತಾ ಇದ್ರೆ ಹೊರತು ಯಾವುದೇ ರೀತಿಯಂತಹ ತಡುವಿಕೆನ ಮಾಡಲಿಲ್ಲ. ಪೊಲೀಸ್ ರಕ್ಷಣೆ ಕೊಡಬೇಕಾದಂತ ಸಂದರ್ಭದಲ್ಲಿ ಕೈಕಟ್ಟು ನೋಡ್ತಾ ಇದ್ರು ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಮಗೆ ನಾಚಿಕೆ ಆಗ್ತಾ ಇದೆ. ನಾನು ಬಂಧುಗಳೇ ನಿಮ್ಮಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡುವುದು ಏನಂತ ಹೇಳಿದ್ರೆ, ಸಿಪಿಎಂ ಮತ್ತು UDF ಕಳೆದ 60 ವರ್ಷಗಳಿಂದ ಇಲ್ಲಿ ಬದಲಾಯಿಸಿಕೊಂಡು ಆಡಳಿತ ಮಾಡಿದ ಸಂದರ್ಭದಲ್ಲಿ ಯಾವುದೇ ರೀತಿಯಿಂದ ದುಷ್ಕರ್ಮಗಳು ಮಾಡಿದ್ರು ಕೂಡ, ಭ್ರಷ್ಟಾಚಾರ ಮಾಡಿದ್ರು ಕೂಡ ಈ ಸಲ ನೀನ್ ಮಾಡು, ನೆಕ್ಸ್ಟ್ ಸಲ ನಾನ್ ಮಾಡ್ತೇನೆ ಅಂತ ಹೇಳಿ ಕೈಕಟ್ಟು ಕೂತ್ಕೊಂಡು ನೋಡ್ತಾ ಇರುವಂತಹ ಪರಿಸ್ಥಿತಿ ಇದ್ದ ಸಂದರ್ಭದಲ್ಲಿ ಬಿಜೆಪಿ ಆಡಳಿತ ಬಂದ ಕಾರಣ ಇನ್ನು ಅದು ನಮ್ಗೆ ಸಿಗ್ಲಿಕ್ಕಿಲ್ಲ ಅಂತ ಹೇಳುವಂತ ಭಯ ಅವರಿಗೆ. ಆ ಭಯದಿಂದ ಇಂಥ ಒಂದೊಂದು ವಿಷಯಗಳನ್ನ ಕೂಡ ಮುಂದೆ ಆಗ್ತಾ ಇರುವಂತದ್ದು. ಕಳೆದ ಒಂದು 10 ದಿವಸ ಮುಂಚೆ ನೀವು ನೋಡಿರ್ಬೋದು, ಟ್ರಿವೆಂಡ್ರಮ್ ಕಾರ್ಪೊರೇಷನ್ ಹಿಸ್ಟ್ರಿಯಲ್ಲೇ ಮೊದಲ ಬಾರಿಗೆ ಯಾವ ಪಂಚಾಯತ್ಗೆ ಟ್ಯಾಕ್ಸ್ ಅನ್ನ ಕಟ್ಟದೆ ಅನೌಪಚಾರಿಕಂತಹ ಬಿಲ್ಡಿಂಗ್ ಗಳನ್ನೆಲ್ಲ ಕಂಡು ಹಿಡಿದು ನಮ್ಮ ಮೇಯರ್ JCBಗಳನ್ನ ತಂದು ಅದನ್ನ ಓಡಿಸುವಂತ ಕೆಲಸ ಮಾಡಿದ್ರು. ಸೊ ಯಾರು ಈ ಬಿಲ್ಡಿಂಗ್ ನ ಅನಧಿಕೃತವಾಗಿ ಕೊಟ್ಟಂತದ್ದು, ಅದರಲ್ಲಿದ್ದಂತಹ ಕಾರ್ಪೊರೇಷನ್ ನ ಮೇಯರ್ಗಳ ಹಿಂದೆ ಇದ್ದಂತಹ ಮೇಯರ್ಗಳಾಗಿರ್ಬೋದು, ಅದಕ್ಕೆ ಕೈ ಜೋಡಿಸಿಕೊಂಡು ಅದರೊಟ್ಟಿಗೆ ಇದ್ದಂತಹ ಬಿಸ್ನೆಸ್ ಮ್ಯಾನ್ಗಳು ಇವತ್ತು ಕಾರ್ಪೊರೇಷನ್ಗೆ ಇರುವಂತಹ ಮೇಯರ್ ಮತ್ತು ಡೆಪ್ಯೂಟಿ ಮೇಯರ್ ನ ಆಕ್ರಮ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿ ನನಗೊಂದು ಸಂಶಯ ಅಂತ ಹೇಳಿದ್ರೆ ಇವರೇ ಹಣ ಕೊಟ್ಟು ಅವ್ರನ್ನ ಕಳಿಸಿರ್ಬಹುದು ಅಂತ ಹೇಳುವಂತದ್ದು ನಮ್ಗೆ ಸಂಶಯ ಇರುವಂತದ್ದು. ಸೊ ಈ ಸಂಶಯನ್ನ ನಮ್ಮ ಅದರಲ್ಲಿ ಕೂತಿರುವಂತಹ ಅಧಿಕಾರದಲ್ಲಿ ಕೂತಿರುವಂತಹ UDF ಸರ್ಕಾರ ಆಗಿರ್ಬೋದು ಅಥವಾ ನಮ್ಗೆ ನ್ಯಾಯ ಕೊಡಬೇಕಾದ ಪರಿಸ್ಥಿತಿ ಇರುವಂತಹ ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳಾಗಿರ್ಬೋದು, ಇದನ್ನ ಒಂದು ಅವಲೋಕನ ಮಾಡಿ ನಮ್ಗೆ ನ್ಯಾಯ ಕೊಡಬೇಕು ಅಂತ ಹೇಳಿ ನಾವು ಈ ಮೂಲಕ ಕೇಳ್ಕೊಳ್ತಾ ಇರುವಂತದ್ದು. ಈಗಾಗಲೇ LDF ಗೆ ಭಯ ಹುಟ್ಟಿದೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಈ ಸಲ 10 ವರ್ಷದ ಅಧಿಕಾರವನ್ನ ಕಳ್ಕೊಂಡು ಮೂಲೆ ಗುಂಪು ಆಗಿರುವಂತಹ LDF ಮತ್ತೊಮ್ಮೆ ಬರ್ಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ ಅಂತ ಹೇಳುವಂತಹ ಅವರಿಗೆ